കുടിച്ച കള്ളമൊന്നും പറയില്ലടാ ഇന്നാ പിടിച്ചു അവാർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ വേടൻ അഥവാ ഹിരൺദാസ് മുരളിക്ക് ഈ പാട്ട് കേട്ട് മികച്ച ഗാനരചന എന്ത് അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. എന്തായാലും നല്ല അർത്ഥവത്തായിട്ടുള്ള ഘനഗാംഭീര്യമുള്ള വരികളാണ് ഇതെന്ന് കണ്ട് ഈ വരികൾക്ക് അവാർഡ് കൊടുത്തിരിക്കുകയാണ്. മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത് ഗാനരചനയിലുപരി എനിക്ക് തോന്നുന്നത് 2 സ്ത്രീപീഡന കേസ്, ഒരു പുലിപ്പല്ലി കേസ്, പിന്നെ 5-6 കഞ്ചാവ് കേസും ഇതെല്ലാം ഉണ്ടെങ്കിൽ സംസ്ഥാന അവാർഡ് റെഡി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. മികച്ച ഗാനരചയിതാവ് എന്നുള്ള അവാർഡ് വേടന് കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ എസ്തെറ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ അവാർഡ് കൊടുക്കാമോ? ONVയും ഗിരീഷ് പുത്തഞ്ചേരിയും അടക്കമുള്ള ആൾക്കാർ അലങ്കരിച്ച ഈ ഒരു പദവിയിലേക്ക് ഇദ്ദേഹം എത്തുന്നത് ശരിയാണോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് പറഞ്ഞാൽ തികച്ചും കലാപരമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കല കൊണ്ട് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ വരികൾക്കൊന്നും അത്ര ഡെപ്തോ ഗ്രാവിറ്റിയോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്സ് ഉണ്ട് ആ വരികൾക്ക്. ആ പൊളിറ്റിക്സ് ആ വരികൾക്കുള്ളത് കൊണ്ടും വേടന് നല്ല രീതിയിലുള്ള സപ്പോർട്ട്. ഇവനെ ഏത് മൂത്തെടുത്ത തമ്പ്രാനാണെങ്കിലും സംഘിച്ചാണോ വലിച്ചു വാരി തിന്നുന്നവനവൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മരക്കഴുത പ്രധാനമന്ത്രി ആവാനുള്ള യോഗ്യതയും മാനദണ്ഡമാണോ ഗുജറാത്ത് കലാപവും മുസ്ലിം വിരോധവും? വർഗീയ വിഷം വലിച്ചു വാരി തിന്നുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഇവനുണ്ട്. ശുദ്ധ സംഗീതം പോലും. അടിമയെ അടിയാളനുമാക്കി കാലി നക്കിച്ച ആര്യന്മാരുടെ സംസ്കാരവും വിശ്വാസമാണ് ഇന്ന് നീയൊക്കെ പിന്തുടരുന്നത്. പട്ടിയുടെ ഛർദിൽ വാരി തിന്ന ഇതിലും അഭിമാനമുണ്ട്. ആദ്യം നീയൊക്കെ പഠിക്കേണ്ട ഒന്നുണ്ട്, എന്താണ് കല എന്നുള്ളത്. ഏതെങ്കിലും ഒരു സമൂഹത്തെ അവർ പിച്ചെടുക്കുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന എന്തും കലയാണ്. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ് തീവ്രവാദം. അതിൽ പൊളിറ്റിക്സ് ഉണ്ടെന്ന്. ആരുടെ പൊളിറ്റിക്സ് ആടാ? എന്ത് പൊളിറ്റിക്സ് ആണ്? ഏതെങ്കിലും ഒരു മതത്തെ, ജാതിയെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് BJPയുടെ പൊളിറ്റിക്സ് ആണ്. ഒരു സമൂഹം ഇന്നും ഈ രാജ്യത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ആ പാർട്ടി പറയുന്നത്. അത് ഈ സമൂഹത്തിൽ അവർക്ക് ഉയർത്തെഴുന്നേക്കാനുള്ള ശക്തിയും പ്രചോദനവും കൊടുക്കുന്ന വരികളാണ്. എന്താണ് ഇവനൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒരു കൂട്ടം ജനത അടിച്ചമർത്തപ്പെട്ട് ഇവന്റെയൊക്കെ കാൽച്ചോട്ടിൽ ഇനിയും കിടക്കണോ? അവന്റെ ആളുകൾക്ക് കൊടുക്കുന്ന പ്രചോദനമാണ് വേടൻ. അവനൊരു അംഗീകാരം കിട്ടിയപ്പോ ഇത്രയധികം പൊള്ളുന്നു അവന്മാർക്ക്. എന്താണ് ഇവന്മാർ ഉദ്ദേശിക്കണേ? ഇവന്മാർക്ക് മേലെ മറ്റുള്ള ജനങ്ങൾ ഉയർന്നു വരാൻ പാടില്ലേ? അങ്ങനെ ഉയർന്നു കയറി വരുന്നവനെ സമൂഹത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവനും നീചനുമാക്കുവാണ് ഇവന്മാര്. 10,000-10,000 മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്ത മോദി സർക്കാർ ദൈവതുല്യര്. ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഇത്രത്തോളം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവന്മാരാണ് യഥാർത്ഥ തീവ്രവാദികള്. ഒരു കൂട്ടം ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവനെയാണ് ഇവന്മാര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈ നാട് നരകമാക്കുക എന്നുള്ളതാണ് ഇവന്മാര് ഉദ്ദേശം. മനസ്സിലാക്കിക്കൊള്ളുക. ജാതിയും മതവും പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കുന്നവനെ അകറ്റി നിർത്തിക്കൊള്ളുക. പിന്നെ കോമാളിത്തരം, കോമഡിയും കാണിക്കാൻ ഏതൊരുത്തനും കഴിയില്ല. അതിനും കഴിവ് വേണം. ആ കഴിവുണ്ടെങ്കിലേ നീയും ഈ പണിക്ക് നിൽക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നിൽക്കല്ലേ.